മാവ് അരച്ചു വെക്കാൻ മറന്നുപോയെങ്കിൽ ഈ ഒരു റെസിപ്പി എന്തായാലും സേവ് ചെയ്ത് വെച്ചോളൂ. നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ മിക്സറിന്റെ ചെറിയ ജാറിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ ഉപയോഗിക്കാവുന്നതാണ്. കൂടെ തന്നെ 1 കപ്പ് വെളുത്ത നേർത്ത അവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. രണ്ടും കൂടെ നല്ല ഫൈനായിട്ട് ഇവിടെ പൊടിച്ചൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 കപ്പ് ഫ്രഷ് ആയിട്ടുള്ള തൈരും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 2 കപ്പ് വെള്ളമാണ് എനിക്കിത് മിക്സ് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ട് വന്നത്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വറുത്ത നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള അരിപ്പൊടി ഉപയോഗിക്കാവുന്നതാണ്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു കൂട്ടൊരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ ഒരു സമയത്ത് ഇതിന്റെ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള സവാളയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളകും ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത സവാള ഇതുപോലെ ഒന്ന് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും 1/2 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ തന്നെ 1/2 കപ്പ് പച്ചപ്പട്ടാണിയും ചേർത്തിട്ടുണ്ട്. ഇത് ഫ്രോസൺ ആയിട്ടുള്ള പച്ചപ്പട്ടാണി ഞാൻ ഒരു ഇളം ചൂടുവെള്ളത്തിൽ കുറച്ചു നേരം ഇട്ട് വെച്ചതാണ്. ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പച്ചക്കറി ഒന്നും ഒരുപാട് വേവേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ ക്രഞ്ചിനെസ് വേണം. ഇനി ഇതിലേക്ക് 5 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുത്തതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഉടച്ച് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഇതുവരെയായിട്ട് ഉപ്പ് ചേർത്തിട്ടില്ല. കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറുനാരങ്ങയുടെ പകുതിയും ഒന്ന് സ്ക്വീസ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പുളിപ്പിനായിട്ടാണ്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കൂട്ട് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഞാൻ ഇതുപോലെ ഉരുളകളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മളിത് ചുട്ടെടുക്കുന്നതിന് തൊട്ട് മുന്നേയായിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ ചെറിയ പാനിലാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. ഒരല്പം ഓയിലൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു തവി മാവ് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഇതുപോലെ പരത്തിയിട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ആ ഒരു ഭാഗം കവർ ചെയ്യുന്ന രീതിക്ക് നമുക്ക് കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 3-4 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം കുക്ക് ചെയ്താൽ മതി. ഒരു ഭാഗം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരല്പം എണ്ണയാക്കിയിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് തുറന്ന് വെച്ച് തന്നെ ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത്. നിങ്ങൾക്ക് ഫില്ലിങ്ങോടെയോ അല്ലെങ്കിൽ ഫില്ലിംഗ് ഇല്ലാതെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്.